നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 26. അങ്ങനെ നമ്മൾ നാളെ മുതൽ ഈ മാസത്തെ നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെയും അവസാന ആഴ്ചയിലേക്ക് കടക്കുകയാണ്. വെള്ളിയാഴ്ച നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് എണ്ണയുടെ വിലയിൽ ശക്തമായ ഇടിവ് അനുഭവപ്പെട്ടെന്ന്. അതിന് ഇടയാക്കിയ കാരണം എന്താണെന്ന് പിന്നീടുള്ള റിപ്പോർട്ടുകൾ വരികയും ചെയ്തു. അവയെക്കുറിച്ചും കൂടാതെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ പ്രധാനമായും 7 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയും. അവയെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. അതിനു മുൻപേ വേഗത്തിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് ഓടിച്ചു നോക്കിയിട്ടും വരാം. തുടർച്ചയായി രണ്ടാമത്തെ ആഴ്ചയിലും ഇന്ത്യൻ മാർക്കറ്റിന് ഇടിവ് തുടരേണ്ടതായിട്ട് വരിക മാത്രമല്ല, 2 മാസത്തിലേറെ കാലങ്ങൾക്ക് ശേഷം നിഫ്റ്റിക്ക് തുടർച്ചയായ 5 ട്രേഡിംഗ് സെഷനുകളിൽ നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ബാങ്ക് നിഫ്റ്റിക്ക് വീക്ക്ലി ബേസിസിൽ 968 പോയിന്റുകളുടെയും അഥവാ 1.7%, നിഫ്റ്റിക്ക് 422.6 പോയിന്റുകളുടെ അഥവാ 1.77%, സെൻസെക്സിന് 2091.68 അഥവാ 2.7% ഇടിവാണ് വീക്ക്ലി ബേസിസിൽ നേരിടേണ്ടതായിട്ട് വന്നത്. എന്നാൽ ഇന്ത്യ വിക്സിന് ഏകദേശം ഫ്ലാറ്റ് ആയിട്ട് തന്നെ വെള്ളിയാഴ്ചയോടുകൂടി ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി വീക്ക്ലി ബേസിസിൽ. ഇനി ഈ ആഴ്ചത്തെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ തുടർച്ചയായി 13 ദിവസം നീണ്ടുനിന്ന ആക്രമണത്തിന് ശേഷം US ഇറാന്റെ മുകളിലുള്ള ആക്രമണം നിർത്തിവെച്ചതായിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രതിഫലനം തന്നെയായിരിക്കും നാളെ ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ അനുഭവപ്പെടാൻ വേണ്ടി പോകുന്നതും. US ഫെഡ് ചെയർമാൻ കെവിൻ വാഷറുടെ രണ്ടാമത്തെ ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് ആണ് വരുന്ന ചൊവ്വാഴ്ച ജൂലൈ 28 മുതൽ 29 വരെ നീണ്ടു നിൽക്കാൻ വേണ്ടി പോകുന്നതും. ഇതിനെ തുടർന്ന് ബുധനാഴ്ച വെളുപ്പിനെ 12 മണിയോടുകൂടി യുഎസിൽ നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും ഫെഡ് മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് വരാനിരിക്കുന്നു. അവസാന 2 ആഴ്ചകളിൽ തുടർച്ചയായി വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാത്രം 10% ഉയർച്ചയാണ് എണ്ണയുടെ വിലയിൽ അനുഭവപ്പെട്ടതും. മാത്രമല്ല 100 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രെന്റ് ക്രൂഡിന് മറികടക്കേണ്ടതായിട്ടും വന്നിരുന്നു. ആയതിനാൽ തന്നെ US ഫെഡിന്റെ ഭാഗത്ത് നിന്നും യുഎസിലെ ഇൻഫ്ലേഷൻ റേറ്റ് 2% താഴേക്ക് കൊണ്ടുവരാനുള്ള അവരുടെ ലക്ഷ്യത്തെ സാധിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഈ വരാൻ പോകുന്ന മോണിറ്ററി പോളിസിയിൽ സർപ്രൈസ് ആയിട്ടുള്ള തീരുമാനം ഫെഡിന്റെ ഭാഗത്ത് നിന്ന് വരുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റും അതുപോലെ തന്നെ നിക്ഷേപകരും. എങ്കിലും മാർക്കറ്റിന്റെ നിക്ഷേപകരുടെയും ഭാഗത്ത് നിന്നും വ്യാപകമായി തന്നെ നോക്കിക്കാണുന്നത് ഫെഡിന്റെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് നിലനിർത്തുമെന്നാണ്. എന്നാൽ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടുകൂടി ലേറ്റസ്റ്റ് ആയിട്ട് വന്ന LSEG ഡാറ്റ പ്രകാരം 38% എക്സ്പെർട്ടുകളുടെ ഭാഗത്ത് നിന്നും ഒരു പക്ഷേ 25 ബേസിസ് പോയിന്റുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനുള്ള സാധ്യതകൾ ഫെഡിന്റെ ഭാഗത്തു നിന്നുണ്ടെന്നുള്ള വിലയിരുത്തലുകളും നടത്തിയതായിട്ടുള്ള ഡാറ്റകളാണ് പുറത്തു വരുന്നതും. ആയതിനാൽ തന്നെ വരാൻ പോകുന്ന ബുധനാഴ്ച വെളുപ്പിനോടുകൂടി ഫെഡ് മോണിറ്ററി പോളിസിയുടെ ഭാഗമായി വരാൻ പോകുന്ന ഡിസിഷൻ തന്നെയായിരിക്കും US മാർക്കറ്റിനെ മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള ഗ്ലോബൽ മാർക്കറ്റിന്റെ ദിശയെ ഈ ആഴ്ചയിൽ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരുപക്ഷെ US ഫെഡ് മോണിറ്ററി പോളിസി മുൻപിൽ നിൽക്കെ ഫെഡിന്റെ തീരുമാനത്തെ കാര്യമായ രീതിയിൽ തന്നെ സ്വാധീനിക്കുവാനായിരിക്കും ഒരുപക്ഷെ നിലവിൽ ഇറാനുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രസിഡന്റ് ട്രംപ് താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു പോസ് ഏർപ്പെടുത്തിയതും ഇത് വെച്ചെങ്കിലും ന്യായീകരിച്ചുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കാനുള്ള ഫെഡിന്റെ നീക്കത്തെ പ്രഷർ ചെയ്യുവാൻ US ഗവൺമെന്റിന് ഒരു പരിധിവരെ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ പദ്ധതിയുടെ പിന്നിലുള്ള ചേതോവികാരം വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വ്യക്തമാവുകയും ചെയ്യും. വെള്ളിയാഴ്ചത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ടിരുന്നു, അതായത് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് എണ്ണയുടെ വിലയിൽ $100 മുകളിൽ നിന്നും പെട്ടെന്ന് തന്നെ 2.5% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിനുള്ള കാരണം വ്യക്തമല്ലായിരുന്നു. പല സ്രോതസ്സുകളിലും തപ്പി നോക്കിയെങ്കിലും അതൊന്നും കിട്ടിയിരുന്നില്ല. എന്നാൽ ഇന്നലത്തോടുകൂടി എണ്ണയുടെ വിലയിൽ വെള്ളിയാഴ്ച അനുഭവപ്പെട്ട ശക്തമായ ഇടിവിന് വ്യക്തത വരികയും ചെയ്തു. അതായത് പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ചൈനയും കൂട്ടുപിടിച്ചുകൊണ്ട് വീണ്ടും USഉം ഇറാനും തമ്മിലുള്ള സമാധാന ശ്രമങ്ങൾക്ക് പാകിസ്ഥാൻ ഇറങ്ങി തിരിച്ചു എന്നുള്ള റിപ്പോർട്ട്സുകൾ പുറത്തു വന്നത് തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റില് എണ്ണയുടെ വിലയിൽ 2% ഇടിവ് അനുഭവപ്പെടുവാൻ ഇടയാക്കിയതും. മാത്രമല്ല വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷവും ഗ്ലോബൽ മാർക്കറ്റില് എണ്ണയുടെ വ്യാപാരം തുടർന്നെങ്കിലും കാര്യമായ ഉയർച്ച താഴ്ചകൾ എണ്ണയുടെ വിലയിൽ അനുഭവപ്പെട്ടുമില്ല. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതിയിലാണ് ശനിയാഴ്ച വെളുപ്പിനെ എണ്ണയുടെ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തത്. ബ്രെന്റ് ക്രൂഡിന്റെ വില 98.38 എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $90.47 ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചതും. ഇന്ന് രാവിലെയോട്
ഇതോടുകൂടി പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു എന്നുള്ള പ്രസ്താവന വന്നെങ്കിൽ കൂടിയിട്ടും ഹോർമോസിന്റെ ബ്ലോക്കേഡുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളൊന്നും വന്നിട്ടുമില്ല. മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയിൽ എണ്ണയുടെ വില $100 മറികടക്കുവാൻ ഇടയാക്കിയത് ഹൂതീസിന്റെ ഭാഗത്ത് നിന്നും 2 എണ്ണ ടാങ്കറുകൾക്ക് മുകളിൽ ചെങ്കടലിലെ ബാബൽമന്ദിൽ വെച്ച് നടത്തിയ ആക്രമണം തന്നെയായിരുന്നു. ആയതിനാൽ തന്നെ നിലവിൽ ബാബൽമന്ദില് ഹൂതികളുടെ ബ്ലോക്കേഡും അനൗദ്യോഗികമായി തന്നെ നിലനിൽക്കുന്നതും ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എണ്ണയുടെ വിലയിൽ ടെൻഷൻസ് നിലനിൽക്കുവാൻ ഇടയാക്കുന്നുമുണ്ട്. ആയതിനാൽ തന്നെ ഒരുപക്ഷെ ട്രംപിന്റെ ഭാഗത്ത് നിന്നും താൽക്കാലികമായിട്ടുള്ള ആക്രമണം നിർത്തിവെച്ചതിനെ തുടർന്ന് മാർക്കറ്റിന് ആശ്വാസമാണെങ്കിലും അത് എണ്ണയുടെ വിലയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഗതിവിധികളും സസൂക്ഷ്മം നോക്കി കാണേണ്ടതായിട്ടുമുണ്ട്. അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ്, ഏഷ്യൻ പെയിന്റ്സ്, ബജാജ് ഹൗസിംഗ് ഫൈനാൻസ്, ദാബർ, ഐഷ മോട്ടേഴ്സ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, L&T, HUL, സൂസ്ലോൺ, ടാറ്റ ക്യാപിറ്റൽ, സൺഫാർമ, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങി ടാറ്റ പവർ വരെ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരാഴ്ചയിലേക്കാണ് ഇന്ത്യൻ മാർക്കറ്റ് എൻ്ററാകാൻ വേണ്ടി പോകുന്നതും. കഴിഞ്ഞ ആഴ്ചയിൽ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിച്ച ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾക്കോ എസ്പെഷ്യലി ബാങ്കിംഗ് മേഖലയിൽ നിന്നും മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുവാനും അവയുടെ Q1 ഏർണിംഗ്സുകൾ സാധിക്കുകയും ചെയ്തില്ല. ഇതിന്റെ ഒരു അനന്തരഫലം കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റ് അലട്ടുകയും ചെയ്തു. ഇനി ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുന്ന കമ്പനികളുടെ പ്രകടനവും നോക്കിക്കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇതിനു പുറമെ വിപ്രോ, അൾട്രാടെക് സിമന്റ് തുടങ്ങി 110ഓളം സ്റ്റോക്കുകളുടെ ഡിവിഡന്റിന്റെയും ബോണസ് ഇഷ്യൂവിന്റെയും ഒക്കെ റെക്കോർഡ് ഡേറ്റ് ആണ് ഈ വരാൻ പോകുന്ന ആഴ്ചയിലും. അതുകൊണ്ട് തന്നെ 110ഓളം സ്റ്റോക്കുകളുടെ കോർപ്പറേറ്റ് ഇവന്റ്സുകൾ ഉള്ളതിനാൽ തന്നെ അവ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് നയിക്കുകയും കൂടാതെ അത് മാർക്കറ്റിന്റെ ഗതിവിധികളെയും സാരമായ രീതിയിൽ തന്നെ ബാധിക്കുവാനും സാധ്യതകളുണ്ട്. ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ഇവന്റ്സുകളുള്ള സ്റ്റോക്കുകളുടെ പേരുകൾ അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ മെൻഷനും ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിലും തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും സെല്ലിംഗ് തുടരുകയാണ് ചെയ്തത്. കഴിഞ്ഞതിന്റെ മുൻപത്തെ ആഴ്ചയിൽ 8,000 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ 7,150 കോടി രൂപയ്ക്കാണ് അവരുടെ ഭാഗത്ത് നിന്നും സെല്ലിംഗ് വന്നത്. എന്നാൽ അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 8,640 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ്ങും നടത്തി. കഴിഞ്ഞതിന് മുൻപത്തെ ആഴ്ച FIIസും DIIസും തമ്മിലുള്ള വ്യത്യാസം ആകെ 40 കോടി രൂപ സംതിങ് ആയിരുന്നെങ്കിൽ ഈ ആഴ്ചയിൽ അത് 1,500 കോടി രൂപയ്ക്ക് മുകളിൽ DIIസിന്റെ ഭാഗത്ത് നിന്നും അധിക ബൈയിങ്ങും വന്നിട്ടുണ്ട്. ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഒരുപക്ഷെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നുമുള്ള ആക്ഷൻസിലെ വോൾട്ടാലിറ്റി തുടരുവാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നതും. എങ്കിലും തിരിച്ചവർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സർപ്രൈസ് തന്നെയാകും തീർച്ചയായിട്ടും. തുടർച്ചയായി 4ാമത്തെ ആഴ്ചയിലും ഇന്ത്യൻ രൂപയ്ക്ക് $നെതിരെ എണ്ണയുടെ വിലയിലുണ്ടാകുന്ന ശക്തമായ ഉയർച്ചയെ തുടർന്നും ജിയോ പൊളിറ്റിക്കൽ ആശങ്കകൾ നിലനിൽക്കുന്നതിനാൽ $ന് മുകളിലുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നതിനാൽ $, ദിനം പ്രതി ശക്തി ആർജിച്ചതുമൂലം നഷ്ടത്തോടുകൂടി തന്നെ 4ാമത്തെ ആഴ്ചയായ കഴിഞ്ഞ ആഴ്ചയിലും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഇന്ത്യൻ രൂപയെ സംബന്ധിച്ചിടത്തോളം $നെതിരെ ഡൗൺ സൈഡിലേക്ക് അടുത്ത ഒരു സപ്പോർട്ട് സൈക്കോളജിക്കൽ ലെവലായ 97 എന്ന ലെവൽ തന്നെയാണ്. രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് അത് ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റുകളെ ഡയറക്റ്റ് ആയിട്ട് തന്നെ പ്രഷർ ചെയ്യുമെന്നുള്ളതിനാലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും വികർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായതിനാലും ഇന്ത്യൻ രൂപയ്ക്ക് വീണ്ടും ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയാണെങ്കിൽ അത് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിനെ കൂടുതൽ വീക്കനും ചെയ്തേക്കാം. ഇനി ഈ വരാൻ പോകുന്ന ആഴ്ചയിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം 23,650, 23,600 എന്നീ ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലാണ്. കാരണം വെള്ളിയാഴ്ച നിഫ്റ്റിക്ക് 23,600 എന്ന ലെവലിന് തൊട്ടു മുകളിലായിരുന്നു. അതായത് 23,606 എന്ന ലെവലിൽ വെച്ചായിരുന്നു സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചിരുന്നത്. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നിഫ്റ്റിക്ക് 23,600 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 23,450, 23,300 എന്നീ ലെവലുകൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ടുകളാണെങ്കിലും 23,000 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്ക് വീക്ക്ലി ബേസിസിൽ ക്രൂഷ്യലുമാണ്. ഈ ലെവലും നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും ശക്തമായേക്കാം. എന്നാൽ അതേസമയം 23,600 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിന്നുകൊണ്ട് ഇനി മുന്നോട്ടൊരു പ്രയാണം നിഫ്റ്റിക്ക് സാധ്യമാവുകയാണെങ്കിൽ 23,950, 24,000 എന്നീ ലെവലുകളിൽ അതിശക്തമായ റെസിസ്റ്റൻസും നേരിട്ടേക്കാം. കാരണം ഈ ലെവലുകൾക്കിടയിലായിട്ടാണ് നിഫ്റ്റിയുടെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-day EMA നിലകൊള്ളുന്നതും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ
റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ US മാർക്കറ്റിൽ നിന്നോ പ്രധാനപ്പെട്ട ഇവന്റുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നെങ്കിൽ ഈ ആഴ്ചയിൽ ഇന്ത്യയിൽ നിന്നും ചൊവ്വാഴ്ച 28-ാം തീയതി വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 4 മണിയോടുകൂടി ജൂൺ മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെയും ജൂൺ മാസത്തിൽ തന്നെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡാറ്റയുടെയും റിലീസുകൾ നടക്കാനുണ്ട്. പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിലേക്ക് വന്നു കഴിയുമ്പോൾ തിങ്കളാഴ്ച 27-ാം തീയതി വൈകുന്നേരം ഇന്ത്യൻ സമയം 6 മണിയോടുകൂടി US നിന്നും ജൂൺ മാസത്തിലെ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സിന്റെയും മന്ത് ഓൺ മന്ത് ബേസിസിലുള്ളത്, തുടർന്ന് ബുധനാഴ്ച രാത്രി 11:30 ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും വ്യാഴാഴ്ച വെളുപ്പിനെ രാത്രി 12 മണിക്ക് ഫെഡ് പ്രസ് കോൺഫറൻസും നടക്കാനുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ തന്നെയാണ്. ഈ പറഞ്ഞ ഘടകങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയും. മാത്രമല്ല ചൊവ്വാഴ്ച നിഫ്റ്റിയുടെയും വ്യാഴാഴ്ച സെൻസെക്സിന്റെയും മന്ത്ലി എക്സ്പയറിയാണ്. ആയതുകൊണ്ട് തന്നെ ഈ വരുന്ന ആഴ്ചയിൽ മാർക്കറ്റില് ഹൈ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ശനിയാഴ്ച വെളുപ്പിന് 2:30 ട്രേഡിംഗ് അവസാനിപ്പിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയിലും പോയിന്റുകളൊന്നും ചോർന്നു പോയിട്ടില്ല. ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് ഗിഫ്റ്റ് നിഫ്റ്റിയും ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. NTPC നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ വഴി 12,000 കോടി രൂപ വരെ സമാഹരിക്കുവാൻ കമ്പനിയുടെ ബോർഡ് അനുമതി നൽകി. ഇൻഫോസിസ് കമ്പനിയുടെ ടൈം റെക്കോർഡിംഗ് സിസ്റ്റത്തില് ചട്ടലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 1,70,500 യൂറോയുടെ പിഴ ഫ്രഞ്ച് അധികൃതർ ചുമത്തി. ONGC സമുദ്ര മനതൻ ദൗത്യത്തിന് കീഴിൽ മഹാനദി തടത്തിൽ ആദ്യത്തെ ആഴക്കടൽ കിണർ കുഴിക്കുവാൻ കമ്പനി ആരംഭിച്ചു. ടാറ്റ കൺസ്യൂമർ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റിലെ 28%, റവന്യൂവില് 12% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. ബിർള കോർപ്പ് പ്രോഫിറ്റില് 3% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 7.8% വർധനവും രേഖപ്പെടുത്തി. IDFC ഫസ്റ്റ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റില് 132.2%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 21% വർധനവ് രേഖപ്പെടുത്തി. AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് പ്രോഫിറ്റില് 37%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 32% വർധനവ് രേഖപ്പെടുത്തി. ഡോൾഡ ഡയറി നെറ്റ് പ്രോഫിറ്റില് 35.4% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 19% വർധനവും രേഖപ്പെടുത്തി. സെൻടെക് പ്രോഫിറ്റില് 27.8%, റവന്യൂവില് 10% ഇടിവ് രേഖപ്പെടുത്തി. വേദാന്ത് ഫാഷൻസ് നെറ്റ് പ്രോഫിറ്റില് 17.7%, റവന്യൂവില് 7.2% വർധനവ് രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.